എത്ര കണ്ട് നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുന്നുണ്ടോ അത്ര കണ്ട് നമ്മുടെ ഇമ്മ്യൂൺ പവർ, പ്രതിരോധ ശക്തി കുറയുന്നതാണ്. ഇത് വെറുതെ പറയല്ലത്. നിങ്ങൾ നോക്കൂ, ഈ ഭാരതത്തിലുള്ള ആധ്യാത്മിക ആചാര്യന്മാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രാമകൃഷ്ണ പരമഹംസര് ക്യാൻസർ കൊണ്ടാണ് ജീവിച്ചത്. ചെന്നൈയിലേക്കടുത്തൊരു സ്ഥലമുണ്ട്, തിരുവണ്ണാമലൈ എന്ന് പറഞ്ഞിട്ട്. അവിടെ വലിയൊരു മഹാത്മാവുണ്ടായിരുന്നു, രമണ മഹർഷി. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവൻ ക്യാൻസറായിരുന്നു. ലോകം മുഴുവൻ ഗീത പ്രചരിപ്പിച്ച സ്വാമി ചിന്മയാനന്ദനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശരീരം ഉപേക്ഷിക്കാറാകുന്ന സമയമുണ്ടല്ലോ, ഹാർട്ട് 20% പ്രവർത്തിച്ചിരുന്നുള്ളത്രേ. ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കൾക്കൊക്കെ, ധന്യാത്മാക്കൾക്കൊക്കെ അസുഖങ്ങളും രോഗങ്ങളുണ്ട്. പക്ഷേ ആ രോഗത്തിനൊന്നും അവരെ തളർത്താൻ സാധിച്ചിട്ടില്ല. കാരണം അവരുടെ ശരീരത്തിനെ രോഗമുണ്ടായിരുന്നുള്ളൂ, അവരുടെ മനസ്സിനെ അത് ബാധിക്കാത്തതിന് കാരണം അത്രമാത്രം അവരുടെ മനസ്സ് പോസിറ്റീവായിരുന്നു. നമ്മൾ കണ്ടുപിടിക്കണം അവരിൽ നിന്ന്. മഹാത്മാക്കളെ പോയി തൊഴുത് നമസ്കരിച്ച് പോവല്ല വേണ്ടത്, അവരിൽ നിന്ന് വലിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവണം. നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം, എന്തുകൊണ്ടാണ് അവർക്ക് തളരാതെ പതറാതെ എല്ലാ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോകാൻ സാധിക്കുന്നത്? നത്തിങ് ബട്ട് ദെയർ പോസിറ്റീവ് മൈൻഡ് എന്നാണ്. ഇത് നമ്മൾ പരിശീലിച്ചെടുക്കണം. എന്ത്? ഉദാത്തമായ ഉത്കൃഷ്ടമായ ചിന്ത കൊണ്ട് മാത്രമേ ജീവിതത്തെ എന്നും ആരോഗ്യമായി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതിന് കുറെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. ചിലതെല്ലാം നമ്മൾ ത്യാഗം ചെയ്യണം. എന്താണ് ത്യാഗം ചെയ്യേണ്ടത്? ലോകത്തെ ത്യജിക്കാനല്ല നമ്മുടെ ഭാരതം പഠിപ്പിക്കുന്നത്, കുടുംബത്തെ ത്യാഗം ചെയ്യാനല്ല. ഇന്ന് നമ്മൾ അതാണ് കാണുന്നത്. അച്ഛനും അമ്മയും ഒരു പ്രശ്നമാവുമെന്ന് കണ്ട് അച്ഛനും അമ്മയാണ് ത്യാഗം ചെയ്യുന്നത്. ഭാര്യ ഒരു പ്രശ്നമാവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭാര്യയാണ് ത്യാഗം ചെയ്യുന്നത്. നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ത്യാഗം ചെയ്യൂ. ആരെയാണ് ത്യാഗം ചെയ്യേണ്ടത്? നിങ്ങളുടെ മനസ്സിലെ വേണ്ടാത്ത ചിന്തകളെ ത്യാഗം ചെയ്യൂ, അത് വിടൂ. എത്ര കണ്ട് നമുക്ക് വേണ്ടാത്ത ചിന്തകളെ ത്യാഗം ചെയ്യാൻ പറ്റുന്നോ അത്ര കണ്ട് നമ്മൾ പോസിറ്റീവാണെന്ന് പറയാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ചെറിയൊരു ദൃഷ്ടാന്തം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ചില കുട്ടികളുണ്ടല്ലോ, വല്ലതും കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്നുകിൽ പനി വരും, അല്ലെങ്കിൽ ചില അസുഖങ്ങളൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ നിങ്ങൾ അത് പറയാറുണ്ട്, ഇന്നലെ കുട്ടി പേടിച്ചതിന്റെ റിയാക്ഷനാണത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അപ്പൊ മൈൻഡിലൊരു നെഗറ്റീവ് വികാരം വന്നപ്പോ അവന്റെ ശാരീരികമായ അവസ്ഥ അത് മാറ്റിയെടുത്ത് അവനെ രോഗിയാക്കി മാറ്റി. അതുകൊണ്ടായിരിക്കാം നമ്മളോട് പൂർവികന്മാരെ പറയുന്നത്, നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ വിടൂ. ദ മോർ യു ആർ പോസിറ്റീവ്, ദ മോർ യു ആർ സ്ട്രോങ്. അതുകൊണ്ട് കീപ്പ് എ ഗ്രേറ്റ് ഐഡിയൽ. എപ്പോഴും ഒരു ഉദാത്തമായ ഉത്കൃഷ്ടമായ വിചാരം വെക്കൂ. അതിന്റെ താഴേക്ക് ഒരിക്കലും നമ്മൾ ഇറങ്ങി വരരുത് എന്ന് പറയാണ്. ഇപ്രകാരം ഇരുന്ന ആളാണ് രാമൻ. അതുകൊണ്ട് രാമനെ സംബന്ധിച്ച് ഹി നെവർ എക്സ്പെക്റ്റഡ് എനിത്തിങ്. ദ മോർ വി എക്സ്പെക്ട്, ദ മോർ വി ആർ ഇൻവൈറ്റിംഗ് ഡിസപ്പോയിന്റ്മെന്റ്. എക്സ്പെക്ടേഷൻ കൂടുന്തോറും നമുക്ക് ഡിസപ്പോയിന്റ്മെന്റ് വരാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഇതൊക്കെ ഉത്കൃഷ്ടമായി വിചാരത്തെ വെച്ച് മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ കഴിയുന്നത്ര നമുക്ക് സന്തോഷവും സംതൃപ്തിയോടുകൂടിയും ജീവിക്കാൻ സാധിക്കും. ശ്രീരാമസ്വാമി ഒന്നും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് രാഷ്ട്രം വേണമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പൊ തരാമെന്ന് അച്ഛൻ നിശ്ചയിച്ച രാഷ്ട്രം അമ്മ ഒരു രാത്രി കൊണ്ട് മാറ്റിയെടുത്ത് തന്റെ പുത്രനിലേക്ക് മാറ്റിയപ്പോ ഈ വിവരം അമ്മ രാമനോട് പറയുമ്പോ ശ്രീരാമസ്വാമി ഒരേ മുഖഭാവത്തോടുകൂടിയിട്ടാണ് ചോദിക്കുന്നത്. പട്ടാഭിഷേകത്തിന് തയ്യാറാകുന്ന സമയത്തുള്ള മുഖഭാവത്തോടെയാണ് ചോദിക്കുന്നത്, എന്താ അമ്മേ കാട്ടിലേക്ക് പോകാനൊരു വിഷമം? ഞാൻ എപ്പോഴും തയ്യാറാണല്ലോ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. അതായത് ജീവിതത്തിൽ വരുന്ന ഒരു പ്രയാസത്തെ, ഒരു നഷ്ടത്തെ, ഒരു മഹാ നഷ്ടത്തെ സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ആർജിച്ചെടുക്കണം. ഇത് എളുപ്പമൊന്നുമല്ല. 5 കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമാണെന്നാണ് അത്രേ. എന്തൊക്കെയാണ് അത്ര 5 കാര്യങ്ങൾ? ഒന്നാമത്തത്, ദുഃഖം ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമാണ്. ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ. രണ്ടാമത്തത്, നഷ്ടങ്ങളെ ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്. മാനം,
ആരെങ്കിലും നമ്മളെ അപമാനിക്കുകയാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് വളരെ പ്രയാസമാണ്. അതുപോലെ രോഗങ്ങളെ ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമാണ് നമുക്ക്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ വരുന്നതിനെ ഉൾക്കൊള്ളാൻ പലർക്കും പ്രയാസമാണ്. ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മളെ അങ്ങനെയൊന്നും ഒരാൾക്കും പരാജയപ്പെടുത്താൻ സാധ്യമല്ല. അപ്പൊ നമ്മൾ അമ്പലത്തിലൊക്കെ പോവേണ്ടത് ഇതൊക്കെ പ്രാർത്ഥിക്കാനും ഇതിലൊക്കെ ഉയരാനൊക്കെ ഇരിക്കണം. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ വരുന്നത് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി. ഞാൻ വരുന്നത് മുഴുവൻ ധർമ്മത്തെ സ്ഥാപിക്കാനാണ്. ഇത് പ്രാർത്ഥിച്ചിട്ടാ ഗുരുവായൂരപ്പൻ വരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹം തളർന്നില്ല, പതറിയില്ല. എല്ലാ സമയത്തും പുഞ്ചിരിയോടെ ജീവിതത്തെ ഒരു ലീലയായി ആഘോഷിച്ച് ജീവിച്ചവനാണ്. ഇതുപോലെ നമുക്ക് ജീവിതത്തെ ലീലയായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കാത്തതിന് കാരണം നാം ജീവിതത്തെ ഏറെ തെറ്റിദ്ധരിച്ച് ഇവിടെ കാണുന്നത് തന്നെയാണ് ജീവിതം, ഇതിനപ്പുറം ഒന്നും ഇല്ല എന്നങ്ങോട്ട് ധരിച്ചു വച്ചിരിക്കുകയാണ്. ഇതല്ല ജീവിതം എന്ന് പറയാണ്. ഇതും ജീവിതം തന്നെയാണ്, നിഷേധിക്കുന്നില്ല. പക്ഷേ ഇതും ഉണ്ട്, ഇതിന് അപ്പുറത്തൊരവസ്ഥയുണ്ട്. അതെന്താണ്? ദുഃഖങ്ങൾ ആണ് ജീവിതം എന്നൊരാൾ പറയുകയാണെങ്കിൽ ദുഃഖങ്ങളെ മറികടക്കാൻ സാധിക്കുന്നൊരവസ്ഥയും നമുക്കുണ്ട്. ആ അവസ്ഥയിലേക്ക് നമ്മൾ ഉയരാത്തോടത്തോളം കാലം ദുഃഖങ്ങളെ മറികടക്കാൻ നമുക്ക് സാധ്യമല്ല. ഇതൊക്കെ നിങ്ങൾ രാമായണത്തിലൂടെ പഠിച്ച് മനസ്സിലാക്കിയെടുക്കണമെന്ന് പറയാം. ശ്രീരാമസ്വാമി അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ പുത്രനോട് പറയാണ്, ഉണ്ണി സ്ത്രീജിതനായിപ്പോയി, ഉണ്ണി കാമാന്ധനായിപ്പോയി, ഇവളെ ഞാൻ സ്നേഹത്തോടെ അത്ര കണ്ട് കാമിച്ചുപോയി. ഇവളൊരു ഘോരമായ സർപ്പമാണെന്ന് ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല. ഇവള് ചതിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു കണക്കുകൂട്ടൽ തെറ്റുന്നത് ഇങ്ങനെയാണ്. നല്ല തേനോറുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഇത് തന്നെ സുഖന്ന് തെറ്റിദ്ധരിക്കും. തേനീച്ചയുടെ നാവിൽ നല്ലവണ്ണം തേനുണ്ട്, പക്ഷെ അതിന്റെ വാലിൽ വിഷമുണ്ട് എന്ന് പറയാനാ. ഇതുപോലെയാണ് ഓരോ വ്യക്തിയുടെ ഉള്ളിലും. നാവിലൊക്കെ ഉണ്ടല്ലോ തേനൂറുന്ന വാക്കുണ്ടെങ്കിലും ഓരോ വ്യക്തിയുടെ ഉള്ളിലും ചില വിഷവുമുണ്ട്. അതെപ്പോഴാ വിഷം വരിക എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചിലപ്പോ താൻ ഇത്രയും കാലം സ്നേഹിച്ചവരെയൊക്കെ ആ വിഷം കൊണ്ട് കുത്തും. ദശരഥൻ കൈകേയിയോട് കാണിച്ച സ്നേഹവും ആസക്തിയും അറ്റാച്ച്മെന്റും കൈകേയിക്ക് ദശരഥനോട് ഉണ്ടായിരുന്നില്ല. ലോകം എപ്പോഴും ഇങ്ങനെയാണ്. നമ്മൾ കാണിക്കുന്ന സ്നേഹം നമ്മളോട് മറ്റൊരാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത് മനസ്സിലാക്കാതെ ജീവിക്കുന്നതാണ് കുറെ ആളുകളുടെ ജീവിതം ദുരന്തത്തിലാക്കുന്നത്. മനസ്സിലായില്ലേ? ഇംഗ്ലീഷിലൊരു പ്രൊവർബ് പറയും ഇത്, ബീസ് ദാറ്റ് ഹാവ് ഹണി ഇൻ ദ മൗത്ത് ഹാവ് സ്റ്റിങ് ഇൻ ദെയർ ടെയിൽ എന്ന് പറയും. തേനീച്ചകൾക്ക് അതിന്റെ നാവിൽ തേനുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ വാലിൽ വിഷവുമുണ്ട് എന്ന് പറയണം. ഇതുപോലെ ഓരോ വ്യക്തിയിലും കാര്യം നേടാനുള്ള മാധുര്യത്തിന്റെ വാക്കുകളുണ്ടെങ്കിൽ അതിന്റെയൊക്കെ പിന്നിൽ മനുഷ്യനെ വേദനിപ്പിക്കുന്ന വാക്കുകളും ഉള്ളിൽ തന്നെയുണ്ട്. ഇത് നല്ലവണ്ണം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടൊക്കെ ലോകത്തോട് പെരുമാറാൻ പഠിക്കണം. അതുകൊണ്ട് നമ്മുടെ ആചാര്യന്മാര് പറയും, കൂടുതൽ ഒരാളോടും അടുക്കാൻ പോകരുത്. അതൊരു ഡിസ്റ്റൻസ് എപ്പോഴും വെച്ചുകൊള്ളണം. അപ്പൊ പിന്നെ മനുഷ്യന്റെ ദൗർബല്യമല്ലേ സ്നേഹിക്കുക എന്നുള്ളത്? അതൊരു ദൗർബല്യമുള്ളൊരു വികാരമല്ലേ? അവിടെയാണ് നമുക്ക് തിരിച്ചറിവ് വേണ്ടത്. ആരെ സ്നേഹിച്ചാലാണ് ഞാൻ ജീവിതത്തിലൊരിക്കലും തളരാതിരിക്കുക, പതറാതിരിക്കുക? ഇത് കുട്ടിക്കാലത്തേ അറിയണം. പ്രഹ്ലാദനെപ്പോലെ നമുക്കറിയാൻ സാധിക്കണം. ധ്രുവൻ അച്ഛനെ സ്നേഹിച്ചപ്പോ ആ അച്ഛനിൽ നിന്ന് കിട്ടിയത്, മറുപടി കിട്ടിയത് സ്നേഹമായിരുന്നില്ല. ചെറിയമ്മയുടെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ വായ പൊത്തിയിരുന്ന് പുത്രനെ വേദനിപ്പിച്ച അച്ഛന്റെ അനുഭവം നമുക്ക് ഭാഗവതം കാണിച്ചു തരുന്നുണ്ട്. ആ സമയത്ത് അമ്മ പുത്രനോട് പറയുന്നത്, അച്ഛനെയോ
എന്നെയും അല്ല ഉണ്ണി സ്നേഹിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത് ഭഗവാനെയാണെന്ന് ആ മനസ്സിനെ മാറ്റിയെടുക്കുകയാണ്. എന്നാൽ ഗർഭപാത്രത്തിൽ വെച്ചേ ഭഗവാനെ സ്നേഹിക്കാൻ ഭാഗ്യം കിട്ടിയ പ്രഹ്ലാദന് അച്ഛനും അമ്മയും ഒക്കെ പിന്നീട് ശത്രുതയിലേക്ക് തിരിഞ്ഞിട്ടും ആ കുട്ടിയുടെ മനസ്സിനെ തളർത്താൻ അവർക്കാർക്കും സാധിച്ചില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? പ്രഹ്ലാദന് അച്ഛനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അച്ഛൻ ഒരിക്കലും പ്രഹ്ലാദനെ തളർത്താനും സാധിച്ചില്ല. ഇപ്പൊ നിങ്ങള് കുട്ടികൾ കാരണം ദുഃഖിക്കുന്നു എങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ഈശ്വരനോടല്ല സ്നേഹം എന്നുള്ളത്. മറ്റൊരാൾ കാരണം നമ്മൾ ദുഃഖിക്കുന്നു എങ്കിൽ അമ്പലത്തിലൊക്കെ വെറുതെ പോകണ്ടെന്നേ ഉള്ളൂ. ഈശ്വരനോടല്ല സ്നേഹം. ഈശ്വരനോട് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ, ഈശ്വരനോടാണോ ശരിക്കുള്ള സ്നേഹമെങ്കിൽ നമ്മളെ തളർത്താൻ മകനോ ഭർത്താവിനോ ഭാര്യയ്ക്കോ ബന്ധുക്കൾക്കോ സമ്പത്തിനോ സാധ്യമല്ല. ചോദിക്കൂ ഈ ചോദ്യം. മറ്റുള്ളവർ കാരണം ഞാൻ തളരുമോ? തളരുന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ആരോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിച്ചിരിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ സ്ത്രീജതനായി ഉണ്ണി എന്നെ കെട്ടിയിട്ട് രാജ്യം ഗ്രഹിക്കൂ. അച്ഛൻ വഴിതെറ്റിക്കുകയാണ് പുത്രനെ. പക്ഷേ ശ്രീരാമസ്വാമി പറഞ്ഞു, അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കുകളെ സത്യമാക്കി തീർക്കണം. അച്ഛാ, ഞങ്ങളെ പരീക്ഷിക്കരുതേ. ഇക്ഷ്വാകു വംശം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലനിന്നവരാണ്. അങ്ങനെ ഒരു സംസ്കാരമുള്ള ഈ രാജ്യത്തെ നമ്മൾ വഴിതെറ്റിക്കാൻ പാടില്ല. അച്ഛന്റെ വാക്കുകളെ ഞാൻ സത്യമാക്കി തീർത്തിട്ടില്ല എങ്കിൽ അച്ഛാ, ഈ കുലത്തിനാണ് അതിന്റെ ചീത്തപ്പേര്. അതുകൊണ്ട് ഞാൻ അച്ഛന്റെ വാക്കുകളെ സത്യമാക്കി തീർക്കാൻ വേണ്ടി, അച്ഛൻ കൊടുത്ത വാക്കുകളെ സത്യമാക്കി തീർക്കാൻ വേണ്ടി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഞാൻ വനത്തിലേക്ക് പോവുകയാണ്. ഉടനെ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇനി യാത്ര ചോദിക്കണം. ശ്രീരാമസ്വാമിക്കറിയാം, അച്ഛനോട് യാത്ര ചോദിക്കുന്നതിനേക്കാൾ വിഷമമാണ് അമ്മയോട് യാത്ര ചോദിക്കുന്നത്. അമ്മയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അമ്മയാണെങ്കിലോ രാവിലെ കുളിച്ച് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുത്രനെല്ലാ അഭിവൃദ്ധിയും ആരോഗ്യവും ഒരു വിഘ്നങ്ങളും ഈ യജ്ഞത്തിനുണ്ടാവരുതേ, പുത്രന്റെ രാജപ്രാപ്തിയുടെ ദിവസമാണെന്ന്. അതിനൊക്കെ വേണ്ടി അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. മുഖത്ത് ചെറിയൊരു വിഷമം. രാജ്യം ഉപേക്ഷിക്കുന്നതിനല്ല വിഷമം, കാട്ടിലേക്ക് പോകുന്നതിനല്ല വിഷമം. വിഷമം ഇതെങ്ങനെയാണ് അമ്മയോട് പറയുക എന്നുള്ള വിഷമം. ഇത് കണ്ടതും അമ്മ ധ്യാനത്തിൽ നിന്നും എണീറ്റ് പുത്രന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ? എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? വിശപ്പ് കൊണ്ടാണോ ഉണ്ണി? ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല, ഉപവാസമായിരുന്നു, ദർഭപ്പുല്ലിലാണ് കിടന്നുറങ്ങിയത് എന്ന് പറഞ്ഞ് പുത്രന്റെ മുഖം തുടച്ച്, വരൂ ഉണ്ണി, അമ്മ ഇതാ ഭക്ഷണം തരാം എന്ന് പറഞ്ഞ് അമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രീരാമസ്വാമി നിർബന്ധിക്കുന്ന സമയത്ത് പറഞ്ഞു, അമ്മയെ ഭക്ഷണം കഴിക്കാനുള്ള സമയമല്ല ഇത്. ഞാൻ വന്നിരിക്കുന്നത് അമ്മയോട് യാത്ര ചോദിക്കാനാണ്. എന്തിനാ ഉണ്ണി? അമ്മയ്ക്ക് മനസ്സിലായില്ല. അമ്മയെ കാര്യങ്ങളൊക്കെ മറ്റൊരു രീതിയിലാണ് നടന്നിരിക്കുന്നത്. ഈ രാജ്യം ഭരതന് കൊടുക്കണമെന്നും എനിക്കാണെങ്കിൽ 14 വർഷം കാനനവാസം വേണമെന്നും കൈകേയി മാതാവ് അച്ഛനിൽ നിന്ന് 2 വരം മേടിച്ചിരിക്കുന്നു. അതുകൊണ്ട് അമ്മ എനിക്ക് യാത്രാനുമതി തരണം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എനിക്ക് വനത്തിലേക്ക് പോവേണ്ടതുണ്ട്. ഇത് കേട്ടതും കൗസല്യ മാതാവ് ബോധം കെട്ടു വീണു എന്നാണ്. അമ്മയുടെ മുഖത്ത് വെള്ളം തളിച്ചു. പിന്നീട് ആ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നീ എന്റെ മകനായതുകൊണ്ടല്ലേ നിനക്ക് ഈ വേദന അനുഭവിക്കേണ്ടി വന്നത്? ഞാൻ ഈ നിമിഷം പ്രാർത്ഥിച്ചു പോവുകയാണ്, ഞാനൊരു വന്ധ്യയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ഒരു വലിയ വേദന, പാപം ഞാൻ അനുഭവിക്കേണ്ടതില്ലായിരുന്നല്ലോ എന്ന്. എന്നിട്ട് പറയും, അച്ഛനേക്കാൾ നിനക്ക് പ്രിയം ഞാനാണ് എന്ന് മാത്രമല്ല, അമ്മ പറയുന്നതാണ് അച്ഛൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അനുസരിക്കേണ്ടത്. അച്ഛൻ വനത്തിലേക്ക് പോവൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും വനത്തിലേക്ക് പോവരുത് എന്ന്. ഉണ്ണി വനത്തിലേക്ക് പോവേണ്ടതില്ല, ഭരതൻ രാജ്യം ഭരിച്ചോട്ടെ, നീ എന്തിന് വനത്തിലേക്ക് പോകണം? നീ എന്ത് തെറ്റ് ചെയ്തു കൈകേയിയോട്? ആ ദുഷ്ടയ്ക്ക് ഇങ്ങനെ തോന്നിയല്ലോ നിന്നെ വനത്തിലേക്ക് പറഞ്ഞയക്കാൻ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ ശ്രീരാമസ്വാമി പറഞ്ഞു, അമ്മേ തളരരുത്. അച്ഛന്റെ വാക്കുകളെ സത്യമാക്കി തീർക്കേണ്ടത് ഈ കുലത്തിലുള്ളവരുടെ ധർമ്മമാണ്.
പ്രത്യേകിച്ച് മൂത്ത പുത്രനാണ് ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്യേണ്ടത്. മറ്റുള്ള സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് കൂടുതൽ കഷ്ടം അനുഭവിക്കേണ്ടത് അച്ഛന്റെ സ്ഥാനത്തേക്ക് ഉയരണം എന്നാണ്. രണ്ടാമത്തെ മൂന്നാമത്തെയും കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ മൂത്ത പുത്രന്റെ സ്ഥാനം എന്ന് പറയുന്നത് അച്ഛന്റെ സ്ഥാനമാണ്. നമ്മുടെ ഭാരതത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ടുണ്ടല്ലോ മൂത്ത ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ജ്യേഷ്ഠന്റെ ഭാര്യയെ അമ്മയ്ക്ക് തുല്യം കണ്ടുകൊള്ളണം എന്നാ പറയുക. ജ്യേഷ്ഠത്തി അമ്മ എന്നാ പറയുക. ജ്യേഷ്ഠന്റെ ഭാര്യയെ വിളിക്കുന്നത് ചേച്ചി എന്നുള്ള നിലയ്ക്കോ അങ്ങനെയുള്ള നിലയ്ക്കല്ല നമ്മൾ ഭാരതത്തിൽ കാണുന്നത്. അത്രയും ആദരണീയനാണ് ജ്യേഷ്ഠൻ. അതുകൊണ്ട് കൂടുതൽ ത്യാഗം ചെയ്യേണ്ടത് ഞാനാണ്. അമ്മ എന്നെ വഴിതെറ്റിക്കരുത്. അതുകൊണ്ട് അമ്മേ യാത്രാനുമതി തന്നാലെന്ന്. അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉണ്ണി, നീയില്ലാതെ എനിക്ക് അയോധ്യയിൽ ഇനി ജീവിതമില്ല. അത് സഹിക്കാൻ പറ്റിയില്ല ലക്ഷ്മണന്. ഒരു നിമിഷം കൊണ്ട് കോപാവേശത്തിലേക്ക് വന്ന ലക്ഷ്മണൻ ശ്രീരാമസ്വാമിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സ്ത്രീജിതനും കാമുകനും ജഡനും മത്തനും ഭ്രാന്തചിത്തനുമായിരിക്കുന്ന പിതാവിനെ വധിച്ചുകൊണ്ടോ കെട്ടിയിട്ടുകൊണ്ടോ ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകം ഞാൻ നടത്തും. എന്റെ പൗരുഷം കൊണ്ട് രാമനെ ഞാൻ ചക്രവർത്തിയായിട്ട് വാഴിക്കും. ആരെങ്കിലും അതിന് തടസ്സം നിന്നാൽ വസിഷ്ഠ ഗുരുവാണെങ്കിൽ പോലും കൊല്ലാൻ ഞാൻ മടിക്കില്ല. അതുകൊണ്ട് രാമ, എന്റെ പൗരുഷം കൊണ്ട് അങ്ങയുടെ പട്ടാഭിഷേകം ഞാനിതാ നടത്തുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛനെ ചീത്ത വിളിക്കുന്ന ഒരു ലക്ഷ്മണനെ നിങ്ങൾക്ക് കാണാം. ഇത് ഓരോ രക്ഷിതാക്കളും ചോദിക്കേണ്ട ചോദ്യമാണ്. മക്കൾക്ക് ഞങ്ങളോടുള്ള ആദരവ് എന്താണെന്ന്. മക്കൾക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാലും മക്കൾ അച്ഛനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ എന്താണ് അവരുടെ ഉള്ളിലുള്ള അഭിപ്രായം എന്തായിരിക്കുന്നു? ഒരു ആദരണീയമായ സ്ഥാനത്തേക്ക് അച്ഛൻ ഉയരാത്തത് കൊണ്ടാണ്. നോക്കണേ, രാജാവാണ്. ഇക്ഷ്വാകു വംശത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടാവില്ലേ ഒരു പുത്രൻ അച്ഛനെ ചീത്ത വിളിച്ചത്? രാമായണം നമുക്ക് കാണിച്ചു തരികയാണ്. ശ്രേഷ്ഠനായ ലക്ഷ്മണൻ ദശരഥനെ അങ്ങനെ ചീത്ത വിളിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ആ ദൗർബല്യത്തെ കണ്ടുപുറുക്കാൻ ആർക്ക് സാധിച്ചില്ല? ലക്ഷ്മണന് സാധിച്ചില്ല. പ്രിയാണ്, ഇതൊക്കെ ശരിക്കുണ്ടല്ലോ ആളുകൾ ഉൾക്കൊണ്ടാൽ നമുക്ക് കാണാം. എഡ്യൂക്കേഷൻ മാത്രമാണെന്ന് നമ്മുടെ ഭാരതത്തിൽ ഉള്ളത്. ക്യാരക്ടർ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പരസ്പരം ആദരവ് ഇല്ലാത്തത് എന്ന് പറയാണ്. പണ്ടുള്ളവർ പറയും, വെറും എഡ്യൂക്കേഷൻ കൊണ്ട് കാര്യമില്ല. എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ എന്തുകൂടി വേണം? സ്വഭാവശുദ്ധിയും കൂടി, ക്യാരക്ടറും കൂടി വേണം. അപ്പോഴാണ് ഒരു വ്യക്തി ശ്രേഷ്ഠനായിത്തീരുന്നത് എന്ന് നമുക്ക് രാമായണത്തിൽ ഓരോന്ന് കാണിച്ചു തരികയാണ്. ദശരഥൻ രാജാവാണ്, ചക്രവർത്തിയാണ്, രാജ്യം ഭരിക്കാനുള്ള കഴിവുണ്ട്, പ്രജകളെ പാലിക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ മറ്റു രാജാക്കന്മാരോട് ഇടപഴകാനുള്ള കഴിവുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ചെറിയൊരു ദൗർബല്യം, പുത്രർക്ക് പോലും അച്ഛനോടുള്ള ആദരവ് അച്ഛൻ നഷ്ടപ്പെടുത്തി പറയാണ്. ആ ഒരു സമയത്ത് അത്യന്തം കോപിഷ്ഠനായ ലക്ഷ്മണനെ നോക്കിക്കൊണ്ട് ശ്രീരാമസ്വാമി കൊടുക്കുന്ന ഉപദേശമാണ് രാമായണത്തിലെ ആദ്യ ഭാഗത്ത് വരുന്ന ലക്ഷ്മണോപദേശം. ഈ ഉപദേശത്തിന്റെ പിന്നിൽ കോപം കൊണ്ട് ജ്വലിച്ച ലക്ഷ്മണനെയാണ് ശ്രീരാമസ്വാമി ശാന്തമാക്കുന്നത്. നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, രണ്ട് വികാരങ്ങൾ നല്ലവണ്ണം നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. ഒരു മനുഷ്യനെ പരാജയപ്പെടുത്തുന്ന രണ്ട് വികാരങ്ങളാണ്, ഒന്ന് കാമവും ക്രോധവും. ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ അത് എടുത്തു പറയും. അർജുനൻ ചോദിക്കുകയാണ്, ഭഗവാനെ, ഒരാൾ തെറ്റ് ചെയ്യാൻ ആരാണ് അയാളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്ന്. അധക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചന്നഭിവാഷ്ണേയ ബലാദിവ നിയോജിത. അനിശ്ചൻ നബി, ഒരാൾക്ക് തെറ്റ് ചെയ്യണമെന്നൊന്നും വിചാരമൊന്നുമില്ല, നല്ല ഉത്കൃഷ്ടനാണ് ആള്. പക്ഷെ എന്തു പറ്റി? ആരോ ഉള്ളിലിരുന്നു കൊണ്ട് അയാളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ആരാണ് കൃഷ്ണ? ബലാദിവ നിയോജിത. ഹൂ ഈസ് ദാറ്റ് ഗൈ എന്നാണ്. ആരാണ് അയാളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ശ്രീ ഭഗവാനുവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്യേനമിഹ വൈരിണം. എല്ലാവരും തിരിച്ചറിയേണ്ടുന്നൊരു വസ്തുതയുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിൽ
2 ശത്രുക്കൾ ഉറങ്ങിക്കിടപ്പുണ്ട് എന്ന് പറയാണ്. ആരാണത്? കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ.